സവാള നമ്മൾ പുറത്തേക്ക് ഇറക്കി മാറ്റി. ഇനി സവാള അതിലേക്ക് ആ കറിയിൽ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മുളക്, മല്ലിപ്പൊടി, നമ്മൾ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒപ്പം നമ്മൾ കുരുമുളക് ചേർത്തു. കുരുമുളക് ചേർത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി ചേർത്തു. എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് ആ കറിക്ക് നേരത്തെ. ഇപ്പൊ നമ്മൾ സവാള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എണ്ണയിൽ വറുത്തതിന് ശേഷം അത് അതിലേക്ക് ചേർത്തു. കക്കത്തോറിന് വേണ്ടി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒപ്പം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നമ്മൾ ചേർക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇതിനു വേണ്ടി ചേർത്ത കാര്യങ്ങൾ ഈ കൂടിന് ആദ്യം ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു തന്നെ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ചെറുതായിട്ട് ചൂടായപ്പോഴേ വെളുത്തുള്ളി ചതച്ചതിട്ടു. അതിനുശേഷം പിന്നെ അരിഞ്ഞ തേങ്ങ ഇട്ടു. അതിനുശേഷം ഇട്ടത് ഉള്ളി ഇട്ടു. സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഇതിട്ടു. അതിനുശേഷം നമ്മളിപ്പോ ഇട്ടതെന്ന് പറഞ്ഞാല് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി മരുന്നും കൂടിയാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി. എത്ര മുളക് പൊടി, മല്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്? ഒരു 100 ഗ്രാം മുളക് പൊടി, ഒരു 10 ഗ്രാം മല്ലിപ്പൊടി. 100 ഗ്രാം മുളക് പൊടി ചേർക്കുകയാണ്. മല്ലിപ്പൊടി രണ്ടോ ചേർന്നേ. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി മിക്സ് ചെയ്തത്. ഒരു 10 ഗ്രാം മല്ലിപ്പൊടിയും 100 ഗ്രാം മുളക് പൊടിയും കൂടി അതൊരു മിക്സ് ചെയ്ത് നേരത്തെ തന്നെ കലക്കി വലിയൊരു ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എളുപ്പമാണ് ഇവിടെ പാചകത്തിന്. രണ്ടും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുന്നു. ഒരു 15-20 മിനിറ്റോളം ഇതൊന്ന് വെന്ത് വരാനുള്ള സമയം ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ തലയ്ക്ക് വേണ്ടി കറി അവിടെ തിളച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സവാളയും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും അത് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് തല ഇട്ട് കൊടുക്കാം. നമ്മുടെ തലക്കറിക്ക് ആവശ്യമുള്ളത് ഏറ്റവും വലുത് തല തന്നെയാണ്. അപ്പൊ തലയെ നമ്മുടെ ചേട്ടൻ എടുത്തുകൊണ്ട് വന്നു. തല റെഡി ആയിട്ട് അകത്തേക്ക് പോയി. തല അകത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് കഴിക്കാനത് കിട്ടത്തുള്ളൂ. നേരത്തെ ഇത്ര ഇട്ടു. അപ്പോ തല ഇനി അകത്ത് കിടന്നത് വേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമുക്ക് തല കഴിക്കാൻ വേണ്ടി. അപ്പോ തല അകത്തിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. മൊത്തം കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ എന്തെല്ലാം പ്രോസസ്സ് എന്നുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മീന് സാധാരണ ഒരു വലിയൊരു മീനും വാങ്ങിച്ചിട്ട് നമുക്ക് തലക്കറി വെക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ചേട്ടൻ തന്നെ ഈ മീൻ വാങ്ങിച്ചതിന് ശേഷം എന്തെല്ലാം ചെയ്തെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. റെഡിയാവും. കക്കയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. നേരത്തെ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തത് തേങ്ങ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചതായിരുന്നു. ഇനി തേങ്ങ തിരുമിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എത്ര തേങ്ങ? ഇത് 2 തേങ്ങ തിരുമിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ ഉപ്പ് ഇടാൻ പോയി. ഉപ്പ് ഓക്കെ. അപ്പൊ നമ്മൾ വെള്ളം മാറ്റിയ കക്ക ഇതിലേക്ക് ഇങ്ങനെ അടച്ചു വെക്കണം. ചെറിയൊരു 5 മിനിറ്റ് നേരം നമ്മൾ കക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കുക. തിരമാലകള് സാധാരണ ഇങ്ങനെ മാറുന്നത് പോലെയാണ്. അവിടെ തലയെ കണ്ടപ്പോഴേക്കും നമ്മളെ കറി അങ്ങ് തിളച്ചങ്ങ് തുടങ്ങി. തിരമാലകൾ പോലെ അവിടെ തിളക്കുന്നുണ്ട്. അതിനിടയിൽ നടുക്ക് തലയും കിടപ്പുണ്ട്. ഒരു 5 മിനിറ്റ് ഇത് കക്ക ഒന്ന് ഒരു പരുവപ്പെട്ട് വരാനുള്ള സമയം എടുക്കണം. കക്കയും നമ്മുടെ നേരത്തെ ചേർത്ത മസാലകളെല്ലാം കൂടി ചേർത്ത് ഈ പാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ബാക്കി നമ്മൾ കുരുമുളകാണ് ചേർക്കാൻ പോകുന്നത്. 2 ടീസ്പൂണോളം കുരുമുളക് ചേർത്തു. ഇറച്ചി മസാല കുറച്ച് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ ഇറച്ചി മസാല ചേർത്ത്, വലിയ ടീസ്പൂൺ. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മൾ ചേർത്ത കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന് കുരുമുളകും, രണ്ടാമത്തെ കാര്യം ഇറച്ചി മസാലയും. ഇപ്പൊ തന്നെ ആ ഒരു നല്ല മണം വന്നു തുടങ്ങി. കാരണം നമ്മള് ഈ ഒരു എണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് എണ്ണ നമ്മള് എണ്ണയും ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കറിവേപ്പില ഇട്ടതിനു ശേഷം നമ്മൾ കുറച്ചു നേരം അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. ഇപ്പൊ ചേർത്ത കാര്യങ്ങൾ മറക്കരുത്. നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ചു. ആദ്യം 5 മിനിറ്റ് അടച്ചതിന് ശേഷം ചേർത്ത കാര്യങ്ങളാണ്. നമ്മൾ കുരുമുളക് ചേർത്തു, ഇറച്ചി മസാല ചേർത്തു, കുറച്ച് കറിവേപ്പില ചേർത്തു, എണ്ണ ചുറ്റുമൊന്ന് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ നമ്മുടെ തോരന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് വയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മള് കക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 4-5 വെള്ളത്തിൽ കഴുകും. 4-5-6 വെള്ളത്തിൽ ഇടുമ്പോഴേ കഴുകും. കഴുകിയിട്ട്
അടുപ്പ് വെച്ചിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇടും. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിക്കും. നല്ല കുറച്ചേരം വേവിക്കും. വേവിച്ച് അരമണിക്കൂർ ഇട്ട് വേവിച്ചിട്ട് ഇറക്കി കോരും. കോരിന് ശേഷം പിന്നെ വലിയ ഇരുമ്പ് അടപ്പ് വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി വെളുത്തുള്ളി ഇടും. ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് മൂത്തതിന് ശേഷം തേങ്ങാക്കൊന്ത് ഇടും. തേങ്ങാക്കൊന്ത് മൂത്തതിന് ശേഷം പിന്നെ സവാള മൂത്തതിന് ശേഷം സവാള ഇടും. സവാള മൂത്തതിന് ശേഷം ബാക്കി ഇഞ്ചിയും പച്ചവെള്ളവും എല്ലാം ഇട്ട് തേങ്ങാപ്പീര്, മുളക് പൊടി, ഇറച്ചി മസാല എല്ലാം ഇട്ട് കൂട്ടി ചേർത്തിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഒന്നിച്ചാക്കിയിട്ട് അടച്ചു വെക്കും. 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നല്ലോണം ശരിയായത് കണ്ടപ്പോൾ പിന്നെ കക്കാനെ തട്ടി ഇളക്കിയിട്ട് പിന്നെ നിറച്ച് വെച്ച് അടച്ചു വെച്ചിട്ട് പിന്നെ എടുത്ത് ഇളക്കിയിട്ട് പിന്നെ കുരുമുളക്, ഇറച്ചി മസാലയും, വെളിച്ചെണ്ണ, കറിവേപ്പില ഇട്ട് ഇറക്കാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. വളരെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ സമയം അല്പം വേണം. സാധാരണ പല കടകളിൽ ചെന്നാലും കിട്ടുന്ന കാര്യം തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് ഇതിന്റെ പേരെല്ലാം പറഞ്ഞ് എന്തെങ്കിലും എല്ലാം തോരൻ, കക്കത്തോരൻ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ചേട്ടൻ ചെയ്ത കാര്യങ്ങൾ വളരെയധികം സമയമെടുത്താണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് അത്രത്തോളം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ സമയമെടുത്തായിരുന്നാലും നല്ല വൃത്തിയോടും ഇതോടും മാത്രമേ ചെയ്യത്തുള്ളൂ. അതിനുള്ള ഒരു സ്വാദും പ്രത്യേകം തന്നെയാണ്. അപ്പോൾ നമ്മൾ കക്കത്തോരൻ കഴിഞ്ഞു. ഒപ്പം അവിടെ തലക്കറി റെഡിയാവുന്നുണ്ട്. തലയെ ഒരു തവണ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വേവാൻ വേണ്ടി. തല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര അരമണിക്കൂറോളം സമയം എടുക്കും? അരമണിക്കൂർ എടുക്കും. ഈ തീ കിടന്നാൽ തന്നെ അരമണിക്കൂർ എടുക്കും. അപ്പൊ നമ്മുടെ തല റെഡിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറിച്ച് തിരുമാലകളെ പോലെ കറങ്ങിടുന്ന തല റെഡിയാണ്. അപ്പൊ നമുക്ക് തല ഇറക്കി വെക്കാം. കഴിക്കാനുള്ള സമയം കൂടി ആയിരിക്കുകയാണ്. കാരണം തല റെഡിയായി കഴിഞ്ഞു. തലക്കറി നമ്മൾ ഇറക്കി വെക്കാൻ പോവാണ് ചെയ്യണം. ശരിയേട്ടാ, ഇറക്കി കഴിക്കാം. ഇറക്കുന്നോ കഴിക്കുന്നോ? ആദ്യം ഇറക്കാം. കഴിക്കാം. തലക്കറി കാണുമ്പോൾ തന്നെ ഭയങ്കര കാണാൻ തന്നെ ഭയങ്കര ഇത്. അപ്പൊ കഴിക്കാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചന്ദ്രപിള്ളൻ ചേട്ടൻ നമുക്കൊരു തോരൻ വെച്ച് തന്നു, കക്ക തോരൻ വെച്ച് തന്നു, ഒപ്പം തലക്കറി വെച്ച് തന്നു. ഇനി ഒരു ഫ്രൈ ആണ്. ചേട്ടാ, ഏത് മീനാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്? ഫ്രൈ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ബ്ലാത്തി. ബ്ലാത്തി. ഓക്കെ, ബ്ലാത്തി